നമസ്കാരം. ദ റൈറ്റ് പോയിന്റ് എന്ന പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോട് പലരും നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സമകാലിക രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ മേഖലകളിലെ സ്പന്ദനങ്ങളും നാം ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് ദ റൈറ്റ് പോയിന്റ്. ഇന്ന് എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്താണ് ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു ഏകത എന്താണ്? ഹിന്ദു കൺസോളിഡേഷൻ എന്നൊരു വാക്കാണ് പ്രയോഗിക്കുന്നത്. എന്താണ് ഹിന്ദു ഏകീകരണത്തിൻ്റെ ഇന്നത്തെ കാലത്തെ ഭാരതത്തിലുള്ള പ്രസക്തി? ഇതാണ് ചോദിക്കുന്നത്. ഭാരതം ഹിന്ദുരാഷ്ട്രമാണോ എന്ന ഡിബേറ്റ് കാലങ്ങളായി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഭാരതം ഹിന്ദുരാഷ്ട്രമല്ല എന്ന് പ്രചരിപ്പിക്കാനാണ് ഇടത് വലത് കക്ഷികൾക്കും ചില മതസങ്കേതങ്ങൾക്കും താല്പര്യം. എന്തുകൊണ്ടിത് ഹിന്ദുരാഷ്ട്രമാണ് എന്ന് ചോദിച്ചാൽ, സാംസ്കാരികമായി ഏകീകരിക്കപ്പെട്ട ലോകത്തെ ഒരേ ഒരു ഭൂഭാഗമാണ് നമ്മുടെ ഭാരതം. മറ്റെല്ലായിടത്തും മതത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തെ മതവും കൈയാളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹേളിക നടക്കുമ്പോൾ, ഇവിടെ രാഷ്ട്രീയം ഏതായാലും സാംസ്കാരികമായ ഒരു ഏകധാര നമ്മുടെ വ്യത്യസ്തമായ ബാഹ്യമായ ഉടയാടകളിലും ഭക്ഷണ രീതികളിലുമൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഭാരതത്തിൻ്റെ സന്തതികളാണ് എന്ന ബോധ്യം നമ്മെ ഒന്നാക്കി നിർത്തുകയാണ്. രാമേശ്വരത്ത് ഗംഗാജലത്തിൽ നിന്ന് ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ബദരിയിൽ കേരളീയനായ ഒരാൾ പൂജ ചെയ്യാൻ പോകുന്നു. അതായത് ഉത്തര ദക്ഷിണ പശ്ചിമ പൂർവ്വ വ്യത്യാസങ്ങളില്ലാതെ ആചാര വിചാരങ്ങളിൽ നാം എല്ലാവരും ഭാരതീയരാണ്. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ രാഷ്ട്ര ശബ്ദത്തിൻ്റെ അർത്ഥം രാജ്ധാതുവിൽ നിന്നാണ് രാഷ്ട്രശബ്ദം ഉണ്ടാകുന്നത്. ശോഭിക്കുന്നത്, സ്വയം ശോഭിക്കുന്നത്, വിരാജിക്കുന്നത് എന്നാണ് അർത്ഥം. എന്ത് പ്രകാശത്തിലാണ് ഭാരതം രമിക്കുന്നത്? അത് അറിവിൻ്റെ പ്രകാശത്തിലാണ്. ഋഗ്വേദത്തിലെ ആദ്യ മന്ത്രം മുതൽ പ്രണവം തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ ശബ്ദങ്ങളും ഏതൊരു രാജ്യത്തിൻ്റെ, ഏതൊരു രാഷ്ട്രത്തിൻ്റെ മാറിൽ നിന്നും സ്പന്ദിച്ചു പോകും. ആ രാഷ്ട്രം നമുക്കെല്ലാം പെറ്റമ്മയാണ്. ഇവിടെ വിവിധ മതജാതി വിഭാഗങ്ങളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം അടിസ്ഥാന തത്വം പ്രകാശത്തോടുള്ള ഒരു ബഹുമാനമാണ്. ആ പ്രകാശം അറിവാണ്. അറിവിനെ പ്രകാശമായി കണ്ടിട്ടുള്ള ഒരു രാജ്യമാണിത്. ഗുരു ശബ്ദം തന്നെ എടുത്താൽ ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശമായാണ് ഗുരുവിനെ കാണുന്നത്. ഈ ഭാരതം ഋഷി പരമ്പരകളാൽ സമൃദ്ധമാണ്. ഋഷിമാരുടെ അറിവാണ് നാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ഹിന്ദുത്വ എന്ന ശബ്ദം വന്നതോടുകൂടി പലർക്കും ഇത് സംശയമുണ്ടാക്കി എന്നത് സത്യമാണ്. പക്ഷേ അതിലൊക്കെ ഉപരി ഈ നാട്ടിലുള്ള ഓരോ ശിശുവിനും ഇവിടുത്തെ സംസ്കാരത്തിൽ ഒരു പങ്ക് ഉണ്ട്. നാച്ചുറൽ എയേഴ്സ് ഓഫ് അവർ കൾച്ചർ. ഓരോ കുട്ടിയും അങ്ങനെയാണ് ഇവിടെ ജനിക്കുന്നത്. കാരണം ഇവിടെ അല്ലാതെ മറ്റേതെങ്കിലും ദേശത്ത് നദികളെ, മലകളെ, പൂക്കളെ, വൃക്ഷങ്ങളെ എന്ന് വേണ്ട ചിലന്തിയെ വരെ ആരാധനാഭാവത്തോടെ കാണുന്ന മറ്റൊരു രാജ്യം ലോകത്ത് എവിടെയുമില്ല. എല്ലാറ്റിനോടും ഒരു ആരാധനാഭാവം പുലർത്തുന്ന, മര്യാദ പുലർത്തുന്ന, സ്നേഹം പുലർത്തുന്ന ഭാവമാണ് ഭാരതീയത എന്ന് പറയുന്നത്. മാ നിഷാദ എന്ന് ആദി കവി പാടിയത് ക്രൗഞ്ച മിഥുനങ്ങളുടെ വേദനയ്ക്ക് കാരണമാവരുത് എന്നുകൊണ്ടാണ്. മനുഷ്യരെ കൊല്ലുന്നതിനെതിരെയല്ല വാൽമീകി പറഞ്ഞത്. കിളികളോടും ജീവജാലങ്ങളോടും എല്ലാത്തിനോടും ഒരു നിഷ്കളങ്കമായ സ്നേഹം, അതിൻ്റെ ധാര എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അതിനെയാണ് അടിസ്ഥാനപരമായ ഭാരതീയത എന്ന് പറയുന്നത്. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ആഴത്തിലുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മുടെ എല്ലാം സമൂഹങ്ങളിൽ പടർന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നാം എല്ലാം ഒന്നിച്ച് ഭാരതത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ചിന്തയിലാണ് ഉണ്ടായത്. അവിടെ പ്രവർത്തിച്ച ബഹുഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുക്കളായിരുന്നു. ആ ഹിന്ദുക്കൾക്ക് ആർക്കും ഹിന്ദുരാഷ്ട്രം വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഈ യുദ്ധം നയിച്ചത്. ബ്രിട്ടീഷുകാർ ഏതാണ്ട് പോവാനായപ്പോൾ ഇവിടെ ഒരു മുസ്ലിം രാജ്യം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. അതായത് നാം എല്ലാം ഒരുമിച്ച് നമ്മുടെ രാജ്യത്ത് നിന്നും ബ്രിട്ടീഷുകാരെ നിഷ്കാസനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ശരീരവും മനസ്സും അർപ്പിച്ചപ്പോൾ
ഒരു കൂട്ടർ മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണമെന്ന് പറഞ്ഞ ഒരു വളരെ വലിയ ദൗർഭാഗ്യം നമുക്കുണ്ടായി. അതിൻ്റെ പേരിൽ എത്ര ആയിരം കണക്കിന് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്, എത്ര ചോര ഒഴുകി. അപ്പോഴാണ് ഹിന്ദു ആദ്യമായിട്ടൊരു പക്ഷേ ചരിത്രത്തിൽ സംഘടിതമായ ഭാരതത്തിലെമ്പാടും ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ സാംസ്കാരിക വിശ്വാസങ്ങളുടെ വേരുള്ള ഈ നാട്ടിൽ നമ്മൾ അന്യവൽക്കരിക്കപ്പെടുന്നുണ്ടോ, മറ്റു പലരും ഇതിൽ ക്ലെയിം ഉന്നയിക്കുന്നുണ്ടോ? ഉന്നയിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അവൻ്റെ രാജ്യം തന്നെയാണിത് ഭാരതം. പക്ഷേ ഒരു കൂട്ടർ മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് ഒരു വളരെയധികം 99% എന്ന് പറയാം, അത്രയധികം ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. കൂടെ നിൽക്കുന്നവൻ ഈ മതരാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുമെന്നോ ചതിക്കുമെന്നോ ചിന്തിക്കാത്ത സാധുക്കളായിരുന്നു ഹിന്ദുക്കൾ. അതിനുശേഷമുണ്ടായ പൊളിറ്റിക്കൽ സിനാരിയോയിൽ പടിപടിയായി ഹിന്ദു രാഷ്ട്രമെന്ന സങ്കല്പം വീണ്ടും ആവർത്തിച്ച് ഛത്രപതി ശിവാജി മഹാരാജിന് ശേഷം ആവർത്തിച്ച് പറയേണ്ടുന്ന അവസ്ഥ നമുക്കുണ്ടായി. എന്തെന്നാൽ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ അഭയാർത്ഥികളായി കഴിയാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. പാകിസ്ഥാൻ വിഭജന കാലത്ത് അവിടുത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യയും ഇപ്പോഴുള്ള ജനസംഖ്യയും ഓർത്താൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നാം സാംസ്കാരികമായി മാത്രം ഹിന്ദുരാഷ്ട്രമായി നിലനിന്നാൽ പോരാ, നമുക്കതിനൊരു രാഷ്ട്രീയ മുഖം വേണം, ഒരു പോരാട്ട മുഖം വേണം എന്ന് തോന്നി തുടങ്ങിയത് പലപ്പോഴും നമ്മുടെ അയൽക്കാർ നമ്മുടെ അതിർത്തി കൈയാളാൻ തുടങ്ങിയപ്പോഴാണ്. ഉദാഹരണം പറഞ്ഞാൽ 1921 മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ കലാപം ഹിന്ദുക്കളിൽ സൃഷ്ടിച്ചത് വലിയ ഭീതിയും വേദനയുമാണ്. തൊട്ടു തലേന്ന് വരെ നമ്മുടെ വീടുകളിൽ കാര്യസ്ഥരായി നിന്നിരുന്നവർ, സുഹൃത്തുക്കളെ തോളത്ത് കയറ്റവർ ഒക്കെ വാളുമായി ഓടി വരുമെന്ന് ഒരു ഹിന്ദുവും സ്വപ്നം കണ്ടിരുന്നില്ല. അങ്ങനെയുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്ക് അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഓടി വന്ന ക്രൂരമായ, കുമാരനാശാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവച്ചോരയാൽ ചോന്നൊരു ഏറനാട്ടിൽ എന്ന് കുമാരനാശാനെ പോലെ വിശാലഹൃദയനായ ഒരു കവിയെ കൊണ്ടുപോലും പാടിപ്പിച്ച ആ നൃശംസതയ്ക്ക് നമ്മൾ വാളുകൊണ്ട് മറുപടി പറയാൻ തയ്യാറായില്ല. വാളുകൊണ്ട് മറുപടി പറയുന്നതെല്ലാം താത്കാലികമാണ്. സാംസ്കാരികമായി നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ആ ഐഡൻറ്റിറ്റി എത്ര വലിയ വൈദേശിക ശക്തി വന്നാലും തകർന്നു പോകുന്നതല്ലെന്നും ഓരോ ഭാരതീയനും തിരിച്ചറിയുന്ന നിമിഷമാണ് സത്യത്തിൽ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷം. അതിലേക്കുള്ള പ്രയാണം എന്ന നിലയ്ക്കാണ് ആരെയും വെട്ടിക്കൊന്നുകൊണ്ടോ വെടിവെച്ച് കൊന്നുകൊണ്ടൊന്നും ഒരു മതരാഷ്ട്രം നിലനിൽക്കില്ല. നമ്മുടേത് സാംസ്കാരിക രാഷ്ട്രമാണ്, സാംസ്കാരിക ഹിന്ദു രാഷ്ട്രമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പിതാമഹന്മാർ അറബികളോ പോർച്ചുഗീസുകാരോ ഒന്നുമല്ല, നമ്മുടെ നാട്ടുകാരാണ്. മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഹിന്ദുക്കൾ തന്നെയാണ്. ഭാരതത്തിലെമ്പാടും മറ്റ് വിഭാഗങ്ങളെല്ലാവരുടെയും പൂർവ്വ പിതാമഹന്മാരെ പേരെടുത്ത് നോക്കിയാൽ കാണാം ഒരു ഹിന്ദു ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൂർവികരുടെ ആചരണ വിചാര രീതികളെല്ലാം ബഹുമാനത്തോടെ കാണുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ തന്നെ ഹിന്ദു രാഷ്ട്രമായി പരിണമിക്കും. പക്ഷേ പലരും അതിന് തയ്യാറല്ല. ഞങ്ങൾ പ്രത്യേക അവകാശമുള്ളവരാണ്, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന ചിന്ത വെച്ച് പുലർത്തുകയും ചിലർ നമ്മുടെ സ്ഥലം, ഭൂമി കൈയടക്കുകയും തിരിച്ചു ചോദിക്കാൻ പറ്റാത്ത വിധം നമ്മളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് നാം. സ്വന്തം രാഷ്ട്രമാണിത്, ഹിന്ദു രാഷ്ട്രമാണിത്, നമുക്ക് എവിടേക്കും ഓടാനില്ല, ഭൂമിയിലെ ഏക ഹിന്ദു രാജ്യമാണിത് എന്ന ചിന്ത നമുക്ക് വരാൻ കാരണം നമ്മുടെ ആവശ്യമായിരുന്നില്ല. അത് നമ്മുടെ ശ്വാസവായു പോലെ നമ്മുടെ സഹജമായ ഭാവമായിരുന്നു ഹിന്ദുത്വം. ഇപ്പോൾ അത് രാഷ്ട്രീയമായി പറയേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നമുക്കുണ്ടായ വേദനയാണ്. 21 കലാപം, തുടർന്ന് പല അവസരങ്ങളിൽ നാം അനുഭവിച്ച ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായ ഒറ്റും, 90കളിലെ കശ്മീരി പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ചും ആക്രമിച്ചോടിച്ചും ചെയ്ത അനുഭവം ഒക്കെ നമ്മളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഇന്നത്തെ ഹിന്ദു ഐക്യം, ഹിന്ദു കൺസോളിഡേഷൻ ആവശ്യമാണെന്ന് പറയാൻ കാരണം നമ്മിൽ ഒരു തലമുറ നാം ആരായിരുന്നു എന്ന് മറന്നു പോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി നാം ഒന്നിച്ചേ തീരൂ. സാംസ്കാരിക ഹിന്ദു രാഷ്ട്രത്തിൻ്റെ വീണ്ടെടുപ്പ് ഒരു അനിവാര്യതയാണ്.